ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ പെട്ടെന്നൊരു ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എങ്ങോട്ടാണെന്നൊന്നും ഇല്ല, ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഞാൻ ബാഗെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ബൈക്കിനല്ല കേട്ടോ, ഈ പ്രശ്നം നമ്മൾ ട്രെയിനാണ് പോകുന്നത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പം നമ്മൾ പോകുന്നു ബാംഗ്ലൂർ ചെല്ലുന്നത്. ബാംഗ്ലൂർ ചെന്നിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് പ്ലാൻ നമ്മൾ അവിടെ ചെന്ന് തീരുമാനിക്കും. നോക്കാം എന്താവുന്നു. അപ്പം കാണാം ഗായ്സ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ തിരക്ക് പറഞ്ഞെടുത്തപ്പം നിൽക്കുന്നത് ഭയങ്കര തിരക്കാണ്. ഇടിച്ചു കുത്തി പോകേണ്ട ഒരു മിക്കവാറും ഭയങ്കര തിരക്കാണ് ഇന്ന്. നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഗായ്സ് നമ്മൾ ട്രെയിൻ നോക്കി നിൽക്കുക, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ഇത് നല്ല ചാറ്റമഴ. ഞാൻ ചാറ്റമഴ നനഞ്ഞ് നിൽക്കുക ഇവിടെ. നല്ല രസമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറേ ഒരു വർഷം കൂടി വരുവാന്ന് എനിക്ക് തോന്നുന്നത്. ഒത്തിരി നാളായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ട്. നമ്മളവിടെ പോയി ബൈക്കാനുള്ള പോക്കായുണ്ട്. നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, അവനവിടെ ഇരിപ്പുണ്ട് കേട്ടോ. മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. ഇപ്പം ഇവിടെ വലിയ ആളും തിരക്കൊന്നും ഇല്ല. കറക്റ്റ് ട്രെയിൻ വരാൻ സമയമാകുമ്പോൾ മിക്കവാറും ഭയങ്കര തിരക്കായിരിക്കും. ഇടിച്ചു കുത്തി പോകേണ്ട വരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ. എന്തായാലും നമുക്ക് നോക്കാം. ബാംഗ്ലൂർ വരെ ചെന്ന് കിട്ടേ. അവിടുന്ന് പിന്നെ നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് പൂനെക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ്. പൂനെയിൽ ഫ്രണ്ടുണ്ട്. നമ്മൾ ബാംഗ്ലൂർ ചെന്നിട്ട് അവിടുന്ന് നേരെ പൂനെ. അപ്പോൾ ഗായ്സ് നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് കാണാം. ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. തിരക്കാണെങ്കിൽ അങ്ങ് ചെന്നിട്ട് കാണാം, അല്ലെങ്കിൽ ട്രെയിനിൽ വെച്ച് കാണാം. ഓക്കെ, അങ്ങനെ ട്രെയിനിൽ കയറി ഗായ്സ്. കയറിയപ്പോഴേ മേലെ ഒരു ബർത്ത് വന്നപ്പോൾ ചാടി അതിൻ്റെ മേലോട്ട് കയറി. മൊത്തം ആളും തിരക്കൊക്കെയാണ്. പ്രതീക്ഷത്ര ആളില്ല, എന്നാലും ഉണ്ട്. എന്നാലും നോക്കാം. ഇത് കുറച്ചേരം കിടന്നു ഉറങ്ങണം കഴിച്ചു. ഉറങ്ങാനുള്ള സ്പേസ് കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും രാവിലെ 9 മണി കഴിഞ്ഞാൽ അവിടെ ചെല്ലത്തുള്ളൂ. അപ്പോൾ ഗായ്സ് ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കേട്ടോ. സമയം എത്രയായിരുന്നു എനിക്കറിയത്തില്ല, നോക്കിയില്ല. സ്ഥലം കോയമ്പത്തൂരായിട്ടുണ്ട്. ഒരു ക്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ കയറി കിടന്നു കേട്ടോ. ഇവിടെ കുറേ നേരം താഴെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് മേലെ കയറി എന്നിട്ട് ഇറങ്ങി എഴുന്നേറ്റ് നമ്മൾ കമ്പനിക്കാരൻ താഴെ ഇരിപ്പുണ്ട്. അവിടെ തൊട്ടിയൊക്കെ വെച്ച് താഴെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ ചേട്ടൻ കിടപ്പുണ്ട്. അപ്പുറത്ത് ആളുണ്ട്. എൻ്റെ തൊട്ടിപ്പുറത്ത് ആളുണ്ട്. ഇത് ഞാൻ കിടന്നപ്പോൾ ഈ ബാഗില്ലായിരുന്നു. ആരോ അവിടെ ബാഗ് എൻ്റെ കാലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അയ്യോ, ഇവിടുന്ന് ഒരു ബിരിയാണി കഴിച്ചു കേട്ടോ കഴിച്ചു. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബിരിയാണി അതിനേക്കാൾ ഇച്ചിരി ബെറ്ററായിട്ട് എനിക്ക് തോന്നി. അല്ലാതെ വലിയ സംഭവമില്ല. ഒരു പാക്കറ്റ് അച്ചാറുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി സലാഡുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ മോഹം കഴിയുന്നു ഫ്രഷായിട്ട് വരാം. ഓക്കെ. അപ്പോൾ രാവിലെ കറക്റ്റ് 7 മണിയാകുമ്പോൾ നമ്മളിവിടെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു 1.5 വർഷം കൂടി പിന്നെന്താ ബാംഗ്ലൂർ എത്തി. പക്ഷേ ഈ സമയം ഉണ്ടായിരിക്കും, വലിയ തിരക്കൊന്നുമില്ല. ഫോൺ ഓഫായിപ്പോയി, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ മൊത്തം കടകളാണ് കേട്ടോ. ഒരു തോർത്ത് മേടിച്ച് ഒന്നിനും കൊള്ളത്തില്ലാത്ത തോർത്ത് 100 രൂപ.
ഒരു കട ഒന്ന് രാവിലെ ഫുഡ് കഴിച്ചു കേട്ടോ. ഒരു കേരള ഹോട്ടലാണ്, കുഴപ്പമില്ല കേട്ടോ, നല്ല ഫുഡാണ്. ഇവിടുത്തെ ഞാൻ പണ്ട് വന്നപ്പോൾ ഇതേ കട, പക്ഷേ മറന്നു പോയായിരുന്നു. ഞാൻ തപ്പി പിടിച്ച് വന്ന് ഈ കട കയറി ഫുഡ് കഴിച്ചു, കുഴപ്പമില്ല. വഴിയിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. നമ്മളെണ്ണം കഴിച്ചിട്ടിറങ്ങി. അപ്പോൾ ഗായ്സ്, ബാംഗ്ലൂർ ഞാൻ വന്നിട്ട് എനിക്കൊരു സത്യം മനസ്സിലായി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കക്കൂസിൽ പോകണമെങ്കിൽ 10 രൂപ, ചില സ്ഥലത്ത് നിന്ന് 20 രൂപ, ഇവിടെ 10 രൂപ. എന്ത് ചെയ്യാൻ? ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമായിരുന്നു. ഞങ്ങളെ പോലീസുകാർ ഒന്ന് ഇറക്കി വിട്ടു ബസ് സ്റ്റാൻഡിൽ നിന്ന്. സീനാ ഗൈസ്, നമ്മോടത്തെ പോലെ ഒന്നും ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഗൈസ്, ഇതുണ്ട് ഈ സാധനം വെച്ചേക്കുന്നത്. ഈ വഴി കൂടെ പോകുന്ന വഴി ബ്ലോക്ക് വരുമ്പോൾ വണ്ടി കയറ്റിയില്ലേ ഓടിക്കും. അതിനുവേണ്ടി ഈ സാധനം ഇങ്ങനെ വെച്ചത്. വഴി മൊത്തം ഇങ്ങനത്തെ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചേ. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, കാണാൻ നല്ല രസമുണ്ട്. ഒരു സാധനം താഴെയും പോയി, കൊള്ളാം. ഓ, കുക്കുമ്പർ താഴെ പോയി. ഗായ്സ്, നമ്മളിത് ഇവിടുന്ന് പൂനെയിലോട്ട് പോവുക. നമ്മുടെ വണ്ടി ഇതേ കണ്ടോ, ഇതാട്ടോ നമ്മുടെ വണ്ടി. ചേടാ മോനെ, നമ്മളേറ്റവും പുറയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ആ ഭാഗത്താണ് തോന്നുന്നു. ഇത്ര നോക്കുള്ളായിരുന്നു നമ്മളറിഞ്ഞു. നമ്മൾ ബസ്സിനകത്ത് കയറി കേട്ടോ. സീനാണ്. ഇതിപ്പം താഴെ എടുത്തത് ഇതിനകത്തൂടെ വല്ലതും കാണാമെന്നുണ്ട്. അപ്പം ഇത് ബ്ലോക്ക് ചെയ്തിട്ടേക്കോ, ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ ഗ്ലാസ് ആണെന്ന് ഓർത്ത, പക്ഷെ ഗ്ലാസ് ആണ്, പക്ഷെ ഇതെന്താ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടേക്കോ. AC ഉണ്ട്, തണുപ്പൊക്കെ വരുന്നുണ്ട് AC യുടെ, കുഴപ്പമില്ല. ആടി കേട്ടോ ഇപ്പോൾ പോകും. പക്ഷെ നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്ത് കാണാനൊക്കെ കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസാ, അതുകൊണ്ടായിരിക്കും. ആഹാ, ആടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാടി പോകുന്നത്. പക്ഷെ ഇത് ഏറ്റവും ബാക്ക് സൈഡ് ആയതുകൊണ്ട് എൻജിൻ്റെയൊക്കെ മോളിച്ചാണ് നന്നായിട്ട്. ഇവിടെ TV കൂടെ ഉണ്ടായിരുന്നു, സെറ്റായിരുന്നു. നമുക്കൊരു ബ്ലാങ്കറ്റ് ഉണ്ട്, ഒരു പില്ല ഉണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്. രാജാവേ, അന്തപുരത്തിലെ ഷർമ്മക്കാരുടെ മിനറൽ വാട്ടർ കിട്ടി കേട്ടോ. അവരുടെ 2 ബസ്സിൻ്റെ പടമൊക്കെ ഉണ്ട്. ഷർമ്മ ട്രാൻസ്പോർട്ട്സ് കൊള്ളാം. അവിടെ AC ഒക്കെ ഉണ്ട് കേട്ടോ. കാലഘട്ടം നല്ല AC വരുന്നുണ്ട്, നല്ല തണുപ്പൊക്കെ വരുന്നുണ്ട്. ഇത് വണ്ടി കിടന്ന് ഭയങ്കര കുലുക്ക കേട്ടോ. ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടോട്ട് പോകും.
ഗായ്സ് നമ്മൾ ഇടയ്ക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടിയൊക്കെ ചവിട്ടിയ സ്ഥലമാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വണ്ടി കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇതിപ്പം ബസ്സിൻ്റെ നീളം കാരണം ഈ ഫോണിനകത്ത് തേയുന്നില്ല കേട്ടോ, മൊത്തത്തോടെ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഇത് ഭയങ്കര യാത്രാസുഖം കേട്ടോ, ഒരു രക്ഷയില്ല. ഇതെവിടെ സ്ഥലമൊന്നും അറിയത്തില്ല. അകത്തുള്ള എല്ലാവരും പുറത്തിറങ്ങി കേട്ടോ, എല്ലാവരും ഇറങ്ങി. നൈസോടെ വല്ല ജ്യൂസ് വല്ലതും കുടിച്ചിട്ട് കയറാൻ ഓർത്ത്. ഇത് ഭയങ്കര നീളമാണ് കേട്ടോ, ഇത് ഫോണിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ. പിന്നെ കേസ് നമ്മൾ വണ്ടിക്കകത്തിരുന്നുണ്ടല്ലോ അന്ന്, വണ്ടി നമ്മൾ പതുക്കെ പോകാൻ തോന്നും. പക്ഷെ പെട്ടെന്നാണ് വണ്ടി ഇത്ര കിലോമീറ്റർ ഓടി വരുന്നത്. പെട്ടെന്ന് അത്യാവശ്യം നല്ല സ്പീഡ്, എന്തായാലും കുറഞ്ഞൊരു 70 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോകുന്നുണ്ട് നമ്മൾ. പക്ഷെ വണ്ടിക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 30-35 ഒക്കെ പറയത്തുള്ളൂ. പക്ഷെ നീളം കണ്ടോ ഇതിൻ്റെ. അപ്പം ഇനിയിപ്പോൾ ആ കട കയറി ഒരു ഫുഡ് വല്ലതും കഴിക്കാം. ഓക്കെ, എന്നിട്ട് കാണാം. ഹായ്, അപ്പോൾ ഗൈസ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൂനെയിൽ രാവിലെ ഒരു 7-7:30 ആയപ്പോഴത്തേന് നമ്മൾ പൂനെയിലെത്തിയതേ. ഇപ്പം റൂമിലെത്തിയതേ. കുഴപ്പമില്ല, റേറ്റ് നമ്മുടെ നാട്ടിലേക്ക് വെച്ച് ഇച്ചിരി കൂടുതലാണ് കേട്ടോ റേറ്റ്. പിന്നെ വേറെ ഞങ്ങൾ 2-3 സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വേറെ അങ്ങും ഇല്ല, എല്ലാം ബുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പം ഇതങ്ങ് എടുക്കേണ്ട വന്നു. പക്ഷെ ഇത് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഇന്നലെയൊക്കെ ആരോ ഇവിടെ വന്ന് യൂസ് ചെയ്ത റൂമാണ്. ഞങ്ങൾ രാവിലെ അത്ര നേരത്തെ വന്നുകൊണ്ടായിരിക്കും ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഞങ്ങൾക്ക് തന്ന റൂം. ഇത് ഇന്നലെ ഇവിടെ ആരോ ഇന്നലെ യൂസ് ചെയ്തിട്ട് ഞങ്ങൾ അത്ര നേരത്തെ വന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ക്ലീൻ ചെയ്യാൻ ആൾ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുണ്ട് ഇന്നലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വെച്ച ഗ്ലാസ്സൊക്കെ അതുപോലെ ഇരിപ്പുണ്ട്. ടി വി ഒക്കെ ഓണാക്കാൻ നോക്കിയിട്ട് എന്തായാലും ഓണാകുന്നില്ല ടി വി. എന്നാലും പറഞ്ഞു നോക്കാം. ഇവിടെ വൈഫൈ ഒക്കെ ഉണ്ട്, പക്ഷേ ഈ പാസ്വേഡൊക്കെ ഇതേ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പാസ്വേഡൊന്നും അടിച്ചിട്ട് വൈഫൈ ഒന്നും കിട്ടുന്നൊന്നുമില്ല. എന്തായാലും നോക്കാം. ഈ സാധനം ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. വേറെ സീനൊന്നും ഇല്ല. ബാത്റൂം ഒന്നും അത്രയ്ക്ക് നീറ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആവറേജ് ഒന്നും പറയാനൊന്നുമില്ല. ടി വി ഉണ്ട്, ഓണാകുന്നില്ല. AC ഉണ്ട്, പക്ഷെ ഇതൊന്നും വർക്കായി കാണുന്നില്ല, വർക്കാകാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പുറത്തൊക്കെ ഫ്ലാറ്റാണ് കേട്ടോ. ഇവിടെ എന്താ പരിപാടി നടക്കുന്നു, പിള്ളേർ കൂടെ പടക്കം പൊട്ടിച്ചെന്ന് ഈ താഴെയൊക്കെ നെറ്റ് ഇട്ടേക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഇപ്പോൾ കാണാമല്ലോ. ഇവിടെ കുറച്ച് മുമ്പൊക്കെ ഈ ഫ്ലാറ്റിൻ്റെ ഈ ബാൽക്കണിലൊക്കെ വന്ന ആൾ നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം. പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം എന്തായാലും, എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഗൈസ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. പിന്നെ ഇന്നലെ വന്ന ബസ്സിൻ്റെ കാര്യം എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ആ ബസ്സിൽ ഇത്ര ലോങ് വരിക എന്ന് പറഞ്ഞു. ഫസ്റ്റ് സാധാരണ ട്രെയിനാണ് ഇത്ര ലോങ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു ബസ്സിൻ്റേതായിട്ടുള്ള, സാധാരണ എനിക്ക് ബസ്സിന് പോകുന്നതിനേക്കാളും ഇഷ്ടം ട്രെയിന് പോകുന്നതായിരുന്നു. പണ്ടൊക്കെ ഞാൻ ട്രെയിനേ പോകത്തുള്ളായിരുന്നു. പക്ഷേ അത് നമുക്ക് ഒരു ക്ഷീണവും ഇല്ല, ഒരു ക്ഷീണവും വന്നില്ല എനിക്ക് സത്യത്തിൽ. ട്രെയിന് വന്നാൽ ഇതിനേക്കാളും ക്ഷീണമുണ്ട്. ബസ്സിന് വന്ന് ഞാൻ ഓർത്ത പെടും അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മൾ അവിടം തൊട്ടേ ഇങ്ങ് വരെ കിടന്നാണ് വന്നത്. ഫുള്ള് കിടക്കുക, ഉറങ്ങുക, നമുക്ക് ആവശ്യത്തിന് ഇടയ്ക്ക് അവർ നിർത്തിത്തരും, ഒരു പ്രശ്നമില്ല. ഫുഡ് കഴിക്കാൻ കറക്റ്റ് സമയത്ത് നിർത്തിത്തരും, ബാത്റൂമിൽ പോകാൻ നിർത്തിത്തരും, പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ലോങ് പോകുമ്പോൾ ബസ്സിനെ പോരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ 3ാമത്തെ ദിവസമായി കേട്ടോ. ഇവിടുത്തെ ഫുഡൊന്നും ഒരു രക്ഷയില്ല, എനിക്ക് പിടിക്കുന്നില്ല. അതിൽ മുഴുവൻ റെസ്റ്റായിരുന്നു. ബാത്റൂമിൽ റെസ്റ്റ് എടുക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു, ഒരു രക്ഷയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. പിന്നെ നമുക്ക് പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ ചിക്കൻ നൂഡിൽസ് ഉണ്ട്, വലിയ കുഴപ്പമില്ല, നേരമായിട്ട് ഞാൻ കഴിച്ചായിരുന്നു. അപ്പോൾ അതിന് ജസ്റ്റ് കഴിക്കാമെന്നോട്ട് പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണ്ടേ, പിടിച്ചിരിക്കണ്ടേ. ഈ മൊത്തം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കട സെറ്റപ്പ്, വയസ്സായിട്ട് മൊത്തം ഒരുപാട് ഇങ്ങനത്തെ കടയുണ്ട്. പക്ഷെ ഒരു കടയുള്ള സാധനം മറ്റേ കടയില്ല കേട്ടോ, എല്ലാം വെറൈറ്റി സാധനങ്ങളാണ്. അടുത്തടുത്തടുത്ത് കടയെന്ന് പറഞ്ഞാൽ ഒരു കട കിട്ടിയ സാധനം മറ്റേ കട കിട്ടത്തില്ല. ആ കാര്യത്തിൽ എന്തായാലും കൊള്ളാം. എന്തായാലും ഞാൻ ഒരു ചിക്കൻ നൂഡിൽസ് വല്ലതും കഴിക്കാനോർത്ത് വന്നാൽ
അത് ഇച്ചിരി കൊള്ളാവുന്ന സാധനം ഇപ്പോൾ അതേ ഉള്ളൂ. വന്നിട്ടിപ്പോൾ 3 ദിവസമായി. പക്ഷേ റെസ്റ്റായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. റെസ്റ്റ് എടുക്കുന്നു ബാത്റൂമിൽ പോട്ടും, റെസ്റ്റ് എടുക്കുന്നു ബാത്റൂമിൽ പോട്ടും, ഇത് തന്നെയായിരുന്നു കളി. എന്തായാലും ഫുഡ് വരണം, ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ബായിയോട് ഒരു ചിക്കൻ നൂഡിൽസ് പറയുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഈ വഴി മൊത്തം ഇങ്ങനെയുള്ള കടകളാണ് കേട്ടോ. ഇവിടെ മഴയൊന്നും വലുതായിട്ടൊന്നും ഇല്ലെന്നുണ്ട് കേട്ടോ, എനിക്കറിയില്ല എങ്ങനെയാന്ന്. മൊത്തം പൊടിയാണ്, വണ്ടി മൊത്തം പൊടി. വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് ഇന്നലെ വൈകിട്ട് കഴിച്ചിട്ട് ഇതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് തന്നെ അങ്ങ് വാങ്ങാമെന്ന് വെച്ചാൽ. നോക്കാം, ഉണ്ടാക്കി വരുമ്പോൾ അറിയാം. ഇന്നലെ വേറെ ഒരുത്തനായിരുന്നു. കുറേ ഒരു 2-3 ദിവസമായിട്ട് കുറേ വെറൈറ്റി ഫുഡ് പരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. റെസ്റ്റ് ബാത്റൂം തന്നെയാണ്. അപ്പോൾ ഗൈസ് ഫുഡ് വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം. നമ്മുടെ സാധനം വന്നു കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ അവിടെ കിട്ടുന്നതിനേക്കാളും കുറച്ച് എരിവ് കൂടുതലുണ്ട്. പിന്നെ ഇമാര് മുളക് പോലത്തെ സാധനം ഇതിൻ്റെ കൂടെ വെക്കുന്നത്. നമ്മുടെ ഈ സാധനം പൊതുവേ മുളകെന്ന് പറഞ്ഞ സാധനം നൂഡിൽസിനോട് കിട്ടാറില്ല, സോസല്ലേ കിട്ടത്തുള്ളൂ. പക്ഷേ വ്യത്യാസമൊന്നുമില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ചിക്കൻ്റെ ഇച്ചിരി അളവ് കൂടുതലുണ്ട് കേരളത്തിൽ വെച്ച് നോക്കിയാൽ. എന്നാലും ഞാൻ കഴിച്ചു നോക്കട്ടെ ഗൈസ്. നമ്മുടെ അടുത്തേക്കാളും കുറച്ച് എരിവ് കൂടുതലുണ്ട് ഗൈസ്. എരിവ് കൂടുതലാണ്. ഇതിൻ്റെ കൂടെ ഒരു മുളക് പോലത്തെ സാധനം തരുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് പോകുന്നത്. എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ബായിയോടൊരു പാഴ്സലും കൂടെ പറഞ്ഞേ. എനിക്ക് എന്നെ നേരത്തില്ല, നാട് വിട്ട് ഇവിടെ വന്നു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വിശപ്പ്. ഇതുകൊണ്ട് ഗായ്സ് ഇവിടെ മൊത്തം ഇങ്ങനെ മൊത്തം ഈ ഫുഡിൻ്റെ കടകളാണ്. അതിനോടൊരു പാഴ്സൽ ഇപ്പോൾ എടുക്കുന്നു. ഇച്ചിരി എരിവ് കൂടുതലുണ്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഈ മിക്ക കടകളിലും കൊച്ചു പിള്ളേരായിരിക്കുന്നത്. ഒരു 8-9 വയസ്സുള്ളതുകൊണ്ട് ആ കടയിൽ ഒരു പയ്യൻ ഇറങ്ങി വരുന്നുണ്ട്. ആ കടയിലെ ആളവൻ. എൻ്റെ അപ്പനമ്മയ്ക്കൊക്കെ വേറെ പണിയും ജോലിയൊക്കെ കാണും. ഞാൻ രാവിലെ തൊട്ട് ഇവിടെ നിന്ന് ഞാൻ കാണുന്ന ഇവനെ, ആ കടയിൽ ഇവനാണ് നിൽക്കുന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ ലിക്കർ ഷോപ്പ് കണ്ടോ. എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് സാധനം ഇരിപ്പുണ്ട്. വായി എടുത്തോ? ഇല്ല. അത് സിഗരറ്റൊക്കെ ഇടുന്ന കട. അവിടെയൊക്കെ പെമ്പിള്ളേർ വന്ന് ചുമ്മാ അവിടെ നിന്ന് സിഗരറ്റ് മേടിക്കുന്നു, കത്തിക്കുന്ന വഴി തന്നെ നിന്ന് വലിച്ചിട്ട് പോകുന്നു. എന്നൊക്കെ സെറ്റപ്പാണ് അല്ലേ. ഇവിടെ അതൊക്കെ കോമണാണ്. നമ്മുടെ നാട്ടിലൊക്കെയാണ് അതൊക്കെ കാണുമ്പം വലിയ, നമ്മുടെ നാട്ടുകാരൊക്കെ ഇഷ്യൂ ഉണ്ടാക്കുന്നു, ഭയങ്കര സംഭവമായിട്ടൊക്കെ. ചുമയും തൊണ്ടയ്ക്കുവാനൊക്കെ പിടിച്ച് ഗൈസ്. ചൂടുള്ള ഒരൊറ്റ കടയില്ല, കുറേ കട കയറി ഇറങ്ങി. അവൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് റൂമിൽ ചെന്നിട്ട് എന്നാലും കാണാം കേട്ടോ. ഇനിയാണെങ്കിൽ എനിക്കൊരു പാരസെറ്റാമോളോ ഡോളോ അങ്ങനെ എന്തെങ്കിലും മേടിക്കണമെന്ന്. ഭയങ്കര തലവേദനയാണ്. തപ്പി ഇറങ്ങി. പക്ഷേ ഇവിടെ ഞാനൊരു നമ്മുടെ ആ ബായിയോട് ചോദിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു കട ഉണ്ട്, പക്ഷെ അത് നമുക്ക് ഹിന്ദി വായിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടേ എന്തായാലും ചെന്ന് നോക്കട്ടെ ഗൈസ്. പിന്നെ ഗൈസ് ഇതാ ഇവിടെ ഒരു അമ്പല സെറ്റപ്പ് ഉണ്ടേ. ഞാൻ ഇന്നലെ രാവിലെ തൊട്ട് എടുക്കണമെന്ന് തോന്നുന്നതാണ്. ഇതുണ്ട്, കോലമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങ് നേരെ കാണുന്നെടുത്താൽ നമ്മൾ റൂം എടുത്തുന്ന ഹോട്ടൽ അങ്ങ് നേരെ സ്ട്രൈറ്റ് പോകണം. ഇവിടെ മൊത്തം ബ്യൂട്ടി പാർലർ. ഇവിടെ മൊത്തം മുക്കിന് ബ്യൂട്ടി പാർലറുണ്ടേ. എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ എല്ലാവരും. അപ്പോൾ അതെ വൈകിട്ടത്തേനുള്ള ഫുഡ് മേടിച്ചു. ഇതിനകത്ത് ഒരു 2 ഗുളിക മേടിച്ച്. ഭയങ്കര തൊണ്ടയ്ക്കുവാനൊക്കെയാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം കറക്റ്റ് വെള്ളിശ്ശേരി 5 ദിവസമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കറക്റ്റ് നിൽക്കുന്നത് മഹാരാഷ്ട്ര പൂനെയിലാണ്. ഇവിടെ റൂം എടുത്തിട്ട് ഇപ്പോൾ ഒരു 2ാമത്തെ ദിവസം. അപ്പോൾ റൂം ഇറങ്ങി നമ്മൾ വെക്കേറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഫ്രണ്ട് താഴെ വഴി വരെ പോയേക്കോ. അവനിപ്പോൾ വരും.
അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവ വഴി മംഗലാപുരത്തു നിന്ന് കേരളത്തിലോട്ട് വരാനാണ് പ്ലാൻ. ട്രെയിനും ബസ്സും ഒക്കെ കറക്റ്റ് സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഗോവയിൽ നിന്ന് കറങ്ങാൻ പ്ലാൻ ഉണ്ട്. നടക്കൂലെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കണം. കറക്റ്റ് ടൈമിങ്ങിന് ബസ്സും ട്രെയിനും ഒക്കെ കിട്ടുവാണെങ്കിൽ എന്തായാലും ഗോവ പോയിട്ട് അവിടുന്ന് കേരളത്തിലോട്ട് എത്താനാണ് പ്ലാൻ. ഇപ്പം നടക്കൂലെന്ന് അറിയത്തില്ല, എന്തായാലും നമ്മൾ നോക്കട്ടെ. അപ്പം കാണാം ഗൈസ്. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഇപ്പോൾ ഇറങ്ങും. അപ്പോൾ ഗൈസ് നമുക്ക് ഗോവയ്ക്കുള്ള ഇത് കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പൂനെയുള്ള പോണിക്സ് എന്ന് പറയുന്ന ഒരു മാളിലോട്ട് വന്നു. ഗോവയ്ക്കുള്ള ബസ്സൊക്കെ ട്രെയിനും ഒക്കെ വൈകിട്ടേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ തന്നെ പോകുന്നു. അപ്പോൾ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ ഒക്കെ കയറി കണ്ടിട്ട് വന്നു. ഇത് മുഴുവൻ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ. ഇവിടെ ഈ ഒരു ഫ്ലോർ മൊത്തം റെസ്റ്റോറൻറ്റാണ്. താഴെ ഒരു SC ലോറി ഉണ്ടാക്കി വെച്ചാണ്, ഞാൻ നിങ്ങളെ കാണിക്കുക. ഒരു രക്ഷയില്ലാത്തൊരു സാധനം അത്. താഴത്തെ ഫ്ലോറിലോട്ട് ഇറങ്ങും കാണിക്കുക, സാധനം അവിടെ കിടക്കും. ഇതാണ് അടുത്ത ഫ്ലോറെ. അടുത്ത ഫ്ലോറിൽ ഇത് മൊത്തം ഈ ബ്രാൻഡ് ഡ്രസ്സ്, ഷൂസ്, ബാഗ്സിൻ്റെ ഒക്കെ ഷോപ്സാണ്. നമ്മൾ സാധാരണക്കാർക്കൊന്നും ഇവിടെ കയറാൻ പറ്റും. മൊത്തം ഒരു 5-6 ഫ്ലോർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പെർഫ്യൂമിൻ്റെ ഒക്കെയാണ് കേട്ടോ. ഞങ്ങൾക്ക് 4 മണി വരെ സമയമുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോരാന്നോർത്ത് പോകുന്ന 4 മണിക്ക് ഞങ്ങൾക്ക് ബസ് ബാംഗ്ലൂർക്ക്. ഗോവയ്ക്ക് നോക്കിയപ്പോഴത്തേന് ബസ് വൈകിട്ടേ ഉള്ളു. ട്രെയിന് പോക്ക് വലിയ പാടാം. ബസ് നോക്കി വൈകിട്ടേ ഉള്ളു. അപ്പോൾ പിന്നെ ബാംഗ്ലൂർ തന്നെ പോകുന്നു. ഗായ്സ്, നമ്മളിത് അടുത്ത ഫ്ലോറിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണേ. ഇവിടെ കുറേ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഇതെന്നാ ശേടാ മോനെ, ഇതുണ്ട്. ഇത് റെസ്റ്റോറൻ്റാണേ. ഇത് ഗൈസ്, ഈ മരം കണ്ടോ? കറക്റ്റ് ഒറിജിനാലിറ്റി വെക്കാം. ഇത് കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. കുറേ ഏരിയ കിടക്കും. ഞങ്ങൾ നടന്നിട്ട് തീർന്നില്ല. 2 മണിക്കൂറായി ഇവിടെ വന്നിട്ട്. തിയേറ്റർ തന്നെ ഒരു 6 എണ്ണം ഉണ്ട്. ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ കൂടെ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. മൊത്തം മേക്കപ്പ് ഐറ്റംസ് ആണ്. സ്കൂട്ടസ്, OnePlus. പക്ഷെ ഇത് വൈകിട്ട് വരണം കേട്ടോ. ഇന്നലെ നൈറ്റൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. പകലും മടുപ്പൊന്നുമല്ല. അപ്പോൾ നമ്മൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. ഇത് നടന്ന് അടുത്ത് കുറേ ഏരിയ ഉണ്ട്. എന്നിട്ട് മൊത്തം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു SC ലോറി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ എന്നെ സാധനം ഒന്നും ഇത് മൊത്തം ഓരോരോ ബൗളാണ്. ബൗള് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ഡ്രൈവർ വരെ ഉണ്ട് കേട്ടോ. കുറേയൊക്കെ ആൾക്കാരുണ്ട്. ടയറൊക്കെ നോക്കി, എന്നെ ഒറിജിനാലിറ്റി എന്ന് നോക്കി.
ഫ്രണ്ട് ലുക്ക് കാണിക്കാം. നോക്കിയാ ഗൈസ്, ഇവർ ഫുള്ള് സ്കാൻ ചെയ്ത് കയറ്റി കൊടുത്തു. ഗൈസ് വെളുപ്പിനെ 2 മണിയായി കേട്ടോ. എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമായിരുന്നു. നമ്മൾ വന്ന ബസ് ഇടിച്ചു ഗൈസ്. ആ അപ്പോൾ ഗായ്സ്, ബാംഗ്ലൂർ വെച്ച് നമുക്ക് ഇങ്ങോട്ട് വന്ന ബസ്സിന് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ഓഫായി പോയി. അത് കഴിഞ്ഞ് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് അവർ അപ്പം തന്നെ വേറെ ബസ് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന്, ഒരു 10 മിനിറ്റുള്ളിൽ വേറെ ബസ് വന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന്. എന്നിട്ട് നമ്മളതേ കയറി രാവിലെ എറണാകുളത്തിന് വന്ന് അവിടുന്ന് വേറൊരു ബസ് കയറി കോട്ടയത്ത് വന്ന് നമ്മളിപ്പോൾ രാവിലെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. സേഫായിട്ട് എത്തി, വേറെ കുഴപ്പമൊന്നുമില്ല. ആക്സിഡൻറ്റിൽ വേറെ ആർക്കൊന്നും പറ്റിയില്ല. ബസ്സിൻ്റെ ആ ഫ്രണ്ട് കുറേ ഏരിയ നല്ല അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇത്ര ഉള്ളു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.